ഹലോ, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ല നാടൻ പിടിയും വറുത്തരച്ച ചിക്കൻ കറിയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങയുടെ പകുതി ഇതുപോലെ ചിരകിയെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കഷ്ണം പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ നമ്മൾ വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്തിരി നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. ഇനി നമ്മൾ ഈ ഒരു പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് നല്ല ക്രിസ്പി ആയിട്ടൊന്നും വറുത്തെടുക്കണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. ഇപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കുറച്ചേറെ കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ നമ്മൾ വറുത്ത് അരച്ചെടുത്താണ്. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 5 മിനിറ്റും കൂടി ചെറുതീയിൽ വേവാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് പിടിയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അരമുറി തേങ്ങ ഇതുപോലെ ചിരകിയെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ചേറെ കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിന് ഉപ്പുണ്ടാവണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസായിട്ടുള്ള പൊടിയാണ്, പുട്ടുപൊടി എടുക്കരുത്. ഇതിലേക്ക് നമ്മുടെ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് കുഴച്ചെടുക്കാൻ പാടില്ല. നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പാകത്തിന് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കില്ലേ, ആ ഒരു പാകത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ
ഇത് കയ്യിലെടുത്തൊന്ന് ഉരുട്ടി നോക്കുക. ഇതുപോലെ ഉരുട്ടാൻ പറ്റണം. ആ ഒരു പാകത്തിന് വേണം റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം എല്ലാം. ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതിയാകും. ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പെട്ടെന്ന് വേവായി കിട്ടാനും ഇതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വലുതായിട്ട് ഉരുട്ടുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ചെറിയ ബോളാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇത് ഉരുട്ടാൻ ഏൽപ്പിക്കുവാണെങ്കിൽ അവർ നന്നായിട്ട് ഉരുട്ടി തരും. അപ്പോൾ ഞാനിവിടെ മാവെല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാത്രത്തിൻ്റെ അടിയിലേക്ക് ഞാനൊരു ഇലക്കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഇതും കൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മുകളിലായിട്ട് ഇലക്കഷ്ണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇല വെക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ആവിയൊന്നും അധികം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ഇനി നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പിടി പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്തിരി ഒന്ന് ലൂസായിട്ടിരിക്കുന്ന പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടി ഒന്ന് കട്ടിയായി പോകും. അപ്പം നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ ഒരു പാകത്തിന് റെഡിയാക്കിയെടുക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിനായിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ.